സൗത്ത് ഇന്ത്യയുടെ നമ്പർ 1 അനിയത്തിക്കുട്ടിയാണ്. ഒരുപാട് ഭാഷകൾ അഭിനയിച്ചു, മലയാളം, തമിഴ്, ഒരുപാട് ഭാഷ. പക്ഷേ ധനുഷ്, അതുപോലെ തന്നെ വിജയ്, അങ്ങനെയുള്ള സൂപ്പർ സ്റ്റാറിൻ്റെ കൂടെയൊക്കെ തകർത്ത് അഭിനയിച്ച ഒരു അനിയത്തിക്കുട്ടിയാണ്. പറയട്ടെ ആരാന്ന്? മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം ശരണ്യ മോഹൻ. നമസ്കാരം ശരണ്യ. സുഖമായിരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു, ദൈവാനുഗ്രഹിച്ച് സുഖമായിട്ടിരിക്കുന്നു. എന്തൊക്കെയാണ് പുതിയ പ്രോജക്ട്സ്? ഇല്ല, ഇപ്പൊ പുതിയ പ്രോജക്ട്സ് ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പം കുടുംബമായിട്ട് കുഞ്ഞുങ്ങളായിട്ട് 2 പേരുണ്ട്. മോനാണ് ഒരാൾ, മൂത്താള് മോൻ 5 വയസ്സ്, ഇളയാള് 2.5 വയസ്സ് മോള്. അപ്പൊ ഈ സമയത്ത് നമ്മള് അവരെ വിട്ട് കുറച്ച് മാറാനായി, ഗ്രോയിങ് സ്റ്റേജ് അല്ലേ, അപ്പൊ പിന്നെ അത് കാരണം ഇപ്പൊ കുറച്ച് ബ്രേക്കാണ്. ഗുഡ് ഗുഡ്. എന്തായാലും പറയാം നേടാം എന്ന ഷോയിൽ വന്നതിൽ സന്തോഷം അറിയിക്കുന്നു. എനിക്ക് ഒത്തിരി സന്തോഷം. നമുക്ക് തുടങ്ങിയാലോ? തീർച്ചയായിട്ടും. ശരണ്യ, എന്തോ എനിക്ക് ശരണ്യെ കണ്ടപ്പം കുറേ വർഷങ്ങൾ പുറകോട്ട് പോയി. അതായത് 2007 എന്നെനിക്ക് സംശയമുണ്ട്. എനിക്ക് സംശയം 2007 നമ്മുടെ റിയാലിറ്റി ഷോയിൽ അല്ലേ? അന്ന് അവിടെ വന്നിരുന്ന ഡാൻസ് ചെയ്യാനാണോ അതോ? അല്ലല്ല, നമ്മള് സെലിബ്രേറ്റ് ചെയ്തിട്ട്. ഓ, അത് ശരി. അപ്പൊ എന്തായാലും നല്ലൊരു ഗ്യാപ്പിന് ശേഷമാണ് അല്ലേ വീണ്ടും നമ്മൾ കണ്ടുമുട്ടുന്നത്. അതും പറയാം നേടാം പണം നേടാം. ആർ യു ഡാൻസർ? അതെ, അച്ഛനും അമ്മയും, എൻ്റെ അച്ഛനും അമ്മയും ഡാൻസേഴ്സ് ആണ്. ഞാനും എൻ്റെ അനിയത്തി, എനിക്കൊരു സിസ്റ്റർ ആണുള്ളത്. ഞങ്ങളും അതേ പ്രൊഫഷൻ തന്നെയാണ്. അത് ശരി, കൊള്ളാമല്ലോ. അപ്പോൾ ശരണ്യക്ക് ഞങ്ങൾ വെച്ചിരിക്കുന്ന സിനിമ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ. ഓക്കെ, സിനിമ മനസ്സിലായി. ഈ സിനിമയിൽ നിന്നാണ് എല്ലാ ചോദ്യമായിരുന്നു. എനിക്ക് ഇഷ്ടമുള്ളൊരു സിനിമയാണ്, ശ്രമിക്കാം. ഓക്കെ, അപ്പം ആദ്യത്തെ സെഗ്മെന്റിലോട്ട് നമ്മൾ കയറുകയാണ്. റെഡി? കേറി വാടാ മക്കളെ. കേറി വാടാ മക്കളയിൽ ആദ്യത്തെ ചോദ്യം. ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന സിനിമയിൽ സൈജു കുറുപ്പ് അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ ആരാണ് സുരാജ് വെഞ്ഞാറമൂട്? എ അച്ചാച്ചൻ, ബി അമ്മാവൻ, സി കൊച്ചച്ഛൻ. മാമൻ എന്നാണ് പറയാ. അപ്പൊ അമ്മാവൻ. അമ്മാവനുണ്ടോ? ഉണ്ട്. അമ്മാവന്റെ പേരെന്താണ്? 2 പേരുണ്ട്, ശശി, നന്ദൻ. ഞാൻ ഉദ്ദേശിക്കുന്ന ശശിയാണോ? ശശി എവിടെയാണ് സ്ഥലം? അവര് കൊല്ലത്തുള്ള ശശി. എന്ത് ചെയ്യുന്നു? അല്ല, അതാണ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞാന് അപ്പൊ എന്ത് ചെയ്യായിരുന്നു? ഞങ്ങൾ പണ്ട് കണ്ടത് ഇവിടെ ഈ മുക്കോടൻ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് പാളയത്ത്. അപ്പൊ ഓർമ്മയില്ല. ശശി ബിസിനസ്സും കാര്യങ്ങളായിട്ട്. എന്ത് ബിസിനസ്? എഞ്ചിൻ മെക്കാനിക് ആയിട്ട്. എഞ്ചിൻ മെക്കാനിക് ശശി. കാറിന്റെ അല്ല, കാറ്, ബോട്ട്, അങ്ങനെ ബോട്ട്, ഷിപ്പ്. അയ്യോ, പണ്ടേ ശശിക്ക് ഈ ബോട്ടെന്ന് പറഞ്ഞ ഒരു വല്ലാത്ത ക്രൈസ് ആണ് കേട്ടോ. ഇപ്പൊ ശശിക്ക് എത്ര കുട്ടികളുണ്ട്? ഇപ്പോഴും 2 കുട്ടികളേ ഉള്ളൂ. അല്ല, ഇപ്പോഴും ഇല്ല, ഇപ്പോഴും 2 കുട്ടികളേ ഉള്ളൂ. 2 അല്ലല്ല, അന്ന് ഞാൻ കാണുമ്പോ ഒരു കുട്ടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടൊരു കുട്ടിയും കൂടെ. പെൺകുട്ടി? അല്ല, 2 ആൺകുട്ടികളാ. അതെങ്ങനെ? കാരണം ഞാൻ അന്ന് പറഞ്ഞപ്പോ ഒരുപക്ഷെ എന്തായാലും പിന്നെ വയസ്സും പ്രായമൊക്കെ എന്തായാലും അറിയിക്കണം കേട്ടോ എന്റെ അന്വേഷണം. തീർച്ചയായും. പഴയ ഫ്രണ്ടാ. അപ്പൊ ബി അമ്മാവനാണല്ലേ? അമ്മാവനെ ഞാൻ എടുത്ത് വെച്ച് പൂട്ടി അവിടെ ഇരിക്കട്ടെ. പിന്നെ അപ്പൊ ഈ 2007 എങ്ങനെയാണ് ഈ ഓപ്പർച്യൂണിറ്റി കിട്ടിയത് ഈ വിജയായിട്ടൊക്കെ പോവാൻ, ധനുഷും ഒക്കെ ആയിട്ട്? അതൊരു വലിയ സ്റ്റോറിയാണ്, ചെറുതാക്കി പറയാം. എൻ്റെ ഫസ്റ്റ് മൂവി അനിയത്തിപ്രാവാണ്. അതിലാണ് ഫാസിലങ്കിളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഒരു +2 പഠിക്കുന്ന സമയത്ത് ഒരു നാളൊരു കനവ് എന്ന് പറഞ്ഞൊരു ചിത്രം ചെയ്തിരുന്നു തമിഴിൽ. അതും അങ്കിളിൻ്റെ ഡയറക്ഷനിലാണ്. അപ്പം ഞാനിങ്ങനെ പ്രൊഫഷൻ ആക്കാൻ വിചാരിച്ച് വന്ന ആളല്ല, ബൈ ചാൻസ് സിനിമയിൽ എത്തിയ ഒരാളാണ്. എത്ര ക്ലാസ് വരെ പഠിച്ചു? ഞാൻ 5 പോരട്ടെ 10 +2 ഡിഗ്രി. ഞാൻ MA, എനിക്ക് 2 MA ആണുള്ളത്. അപ്പൊ ഇപ്പൊ കണ്ടു കഴിഞ്ഞിട്ട് ഒരു കൊച്ചിനെ പോലെ ഒരു മേളിലൊരു കുങ്കുമം ഇട്ടുകൊണ്ട് കല്യാണം കഴിച്ചു എന്ന് മനസ്സിലാക്കാം. ഇപ്പൊ MA വരെ പഠിച്ചിട്ട് ഇത്രയും പടങ്ങളും ചെയ്തു എന്ന് പറയുമ്പം എത്ര വയസ്സുണ്ടെന്നല്ലേ ചോദിക്കുന്നത്? കണ്ടാൽ എത്ര പറയും? സാറ് പറയും
കണ്ടാലൊരു 24. ഞാൻ അതിനുശേഷം സത്യത്തിൽ ബർത്ത്ഡേ ഒന്നും ആഘോഷിച്ചിട്ടില്ല. ഞാൻ ഇപ്പോഴും 24 നിൽക്കുകയാണ്. 22, 24 ആ ഒരു ഇതിലാണ്. അതിൽ നിന്നൊരു 10 വർഷം കൂടെ കൂട്ടണം. 10 വേണോ ഒരു 15 വേണോ? അത് ഒരു 3 വർഷം കഴിഞ്ഞിട്ട് ഞാൻ പറയാം. എങ്ങനെയാണ് ഈ തമിഴിലോട്ട് പോയത്? അതാണ് ഒരു കഥ പറയാം. അതെ ആ കഥയാണ് ഈ ഒരു നാളൊരു കനവെന്ന് പറഞ്ഞത്. അപ്പൊ അതിന്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ബാബു ഷാഹിർ എന്ന് പറഞ്ഞിട്ടൊരു അറിയാം. അതെ, പാച്ചിക്കയുടെ അത് തന്നെ. നമ്മുടെ സൗബിനിക്കയുടെ അച്ഛൻ. അപ്പൊ അങ്കിൾ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു ഓഫർ വന്നിട്ടുണ്ട്, തമിഴാണ്, ധനുഷും നയൻതാരയൊക്കെയാണ് നായകൻ നായിക, അപ്പം അതിലൊരു പ്രധാന കഥാപാത്രം ചെയ്യാനാണ് അവരെ കുട്ടികളെ നോക്കുന്നത്. അപ്പം എൻ്റെ അടുത്ത് അന്വേഷിച്ചപ്പം എനിക്ക് ശരണ്യയുടെ ഇതാണ് ഓർമ്മ വന്നത്. അപ്പോൾ ഒന്ന് അവിടം വരെ ചെല്ലുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിക്കാം. അതിലെന്തായിരുന്നു വേഷം? അതിൽ നയൻതാരയുടെ സിസ്റ്ററായിട്ടാണ് ധനുഷിനെ വൺ സൈഡ് ലവ് ചെയ്യുന്ന ഒരു കഥാപാത്രം. ഓ, ധനുഷിനെ സ്നേഹിക്കുന്ന കഥാപാത്രമായിട്ടുണ്ട്. അപ്പൊ പാട്ടൊക്കെ ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. അത് ശരി. ഏത് പാട്ടായിരുന്നു? അത് ഒരു റീമിക്സ് ആണ്. നമ്മുടെ ശിവാജി സാറും പത്മിനി അമ്മയും കൂടെ അഭിനയിച്ച വിയറ്റ്നാം വീടെന്ന് പറഞ്ഞിട്ടൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അതിലെ പാലക്കാട്ട് പക്കത്തില്ലേ എന്ന് പറഞ്ഞിട്ട്. അതൊന്ന് കേൾക്കണം കേട്ടോ കുറച്ച് കഴിഞ്ഞ്. ശരി. അപ്പൊ ഏതായാലും ബി അമ്മാവൻ. അതെ, ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു.